നമസ്കാരം. പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. IMA ഓണാഘോഷം സെപ്റ്റംബർ 5-ന്. US വിസയ്ക്ക് ബോണ്ട് $15,000 വരെ രാജ്യങ്ങളുടെ അന്തിമ പട്ടിക ഉടൻ. കാനഡയിലും ഇന്ത്യൻ വംശജർക്കെതിരെ വംശീയ വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ വർധനയെന്ന് റിപ്പോർട്ട്. വെൽവുഡിലുള്ള മാർത്തോമാ സ്ലീഹ കത്തീഡ്രലിൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ആചരിച്ചു. സ്റ്റാറ്റൻ ഐലൻഡ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രതീക്ഷയുടെ പൂക്കളങ്ങൾ തീർക്കാൻ ഓണം വരവായി. പൂവിലും തളിരിലും മാത്രമല്ല മനസ്സുകളിലും വസന്തം വിടർത്തിക്കൊണ്ടാണ് IMA ഓണാഘോഷം സെപ്റ്റംബർ 5-ന് പ്രവാസികളിലേക്ക് ഓണവിരുന്നുമായി വരുന്നത്. നോർത്ത് അമേരിക്കയിലെ പ്രവാസി സംഘടനകളിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെ പൊലിമ പേർന്ന ഇല്ലനോയി മലയാളി അസോസിയേഷൻ ഈ വരുന്ന സെപ്റ്റംബർ 5 വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ഡെസ്പ്ലെയിൻസിലെ ജ്ഞാനായ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു. ശോഭ നായരുടെയും ആനി സണ്ണിയുടെയും നേതൃത്വത്തിൽ ആകർഷകങ്ങളായ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്നും ഈ ഓണാഘോഷങ്ങളിൽ ഉടനീളം പങ്കെടുത്ത് ഈ പരിപാടിയെ വിജയിപ്പിക്കണമെന്ന് ഷിക്കാഗോയിലെ നല്ലവരായ മലയാളി സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നതായും പ്രസിഡന്റ് ജോയ് പീറ്റേഴ്സ് ഇണ്ടിക്കുഴി, സെക്രട്ടറി പ്രജിൽ അലക്സാണ്ടർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സ്റ്റീഫൻ ചൊള്ളമ്പേൽ, ഷാനി എബ്രഹാം, ലിൻസ് താന്നിച്ചുവട്ടൽ, ജോസി കുരിശിങ്കൽ, ജോർജ് മാത്യു എന്നിവർ അറിയിച്ചു. സംഘടനയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സാം ജോർജാണ് ഇത്തവണത്തെ ഓണാഘോഷങ്ങളുടെ കോർഡിനേറ്റർ. ന്യൂസ് ഡെസ്ക് e-malayali. US സന്ദർശക ബിസിനസ് വിസകൾക്ക് ബോണ്ട് നിർബന്ധമാക്കിയേക്കുമെന്ന സൂചന. $15,000 വരെ ബോണ്ട് ഈടാക്കുന്ന പൈലറ്റ് പ്രോഗ്രാമിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപം നൽകുന്നതായാണ് റിപ്പോർട്ട്. വിസ കാലാവധി കഴിഞ്ഞിട്ടും US-ൽ തുടരുന്നവരുടെ എണ്ണം കൂടുതലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കായിരിക്കും ഈ പുതിയ നിയമം പ്രധാനമായും ബാധകമാവുക. വിസ വ്യവസ്ഥകൾ ലംഘിക്കുന്ന സന്ദർശകർ കാരണം സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാതിരിക്കാനാണ് ഈ നടപടിയെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. 5,000, 10,000 അല്ലെങ്കിൽ $15,000 എന്നിങ്ങനെയായിരിക്കും ബോണ്ട് തുക. 12 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ബോണ്ട് ഏർപ്പെടുത്തുന്ന രാജ്യങ്ങളുടെ അന്തിമ പട്ടിക ഉടൻ പുറത്തുവിടും. ന്യൂസ് ഡെസ്ക് e-malayali. അടുത്തിടെ കാനഡയിൽ ഇന്ത്യക്കാർ അടക്കമുള്ള ദക്ഷിണേന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുള്ള വംശീയ വിദ്വേഷ പരാമർശങ്ങളിലും കുറ്റകൃത്യങ്ങളിലും കുത്തനെ വർധന ഉണ്ടായതായി പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം, സൗജന്യ ആരോഗ്യ പരിരക്ഷ, സാമൂഹിക സുരക്ഷ, ആനുകൂല്യങ്ങൾ, റിട്ടയർമെന്റ് സുരക്ഷ, പൊതുസുരക്ഷ, മെച്ചപ്പെട്ട പൊതു അടിസ്ഥാന സൗകര്യങ്ങളും നൽകുന്ന കാനഡ ഇന്ത്യക്കാർ അടക്കം കുടിയേറ്റക്കാരുടെ സ്വപ്നഭൂമിയാണ്. എന്നാൽ ഈ ആഘോഷിക്കപ്പെട്ട ധാർമ്മികതയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇരുണ്ട പ്രവണത ഉയർന്നുവരുന്നു. 2023 മെയ് മുതൽ 2025 ഏപ്രിൽ വരെ ദക്ഷിണേന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുള്ള വംശീയ വിദ്വേഷ പരാമർശങ്ങളിൽ മുൻവർഷത്തേക്കാൾ 1350% വർധനവുണ്ടായതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് ഡയലോഗ് ISD റിപ്പോർട്ട് ചെയ്തു. അതേസമയം 2019 മുതൽ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ 200% വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ബ്രാംപ്ടൺ, ടൊറന്റോ, കാൽഗറി എന്നീ നഗരങ്ങളിലാണ് വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2019 മുതൽ 2023 വരെ ദക്ഷിണേന്ത്യൻ വിരുദ്ധ വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ 227% വർധനവുണ്ടായതായി ISD റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ പ്രതിവർഷം 140 നിന്ന് 458% വർദ്ധിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. 2023-നും 2024-നും ഇടയിൽ ദക്ഷിണേന്ത്യക്കാരെ ലക്ഷ്യം വെച്ചുള്ള സോഷ്യൽ മീഡിയ വിദ്വേഷ പോസ്റ്റുകളിൽ 1350% വർധന കണ്ടു. 2025 ഏപ്രിലിൽ ഇത് 26,600 ഉയർന്നതായും ISD റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അധിനിവേശകരെ നാടുകടത്തുക എന്ന ആഹ്വാനം ചെയ്യുന്ന ഒരു പോസ്റ്റ് 7,60,000 ആളുകൾ കാണുകയും 13,000 ലൈക്കുകളും നേടി. ഇത് ഡിജിറ്റൽ ശത്രുതയുടെ വ്യാപ്തിയെ പ്രതിഫലിപ്പിക്കുന്നു. കാനഡയിലെ ഇന്ത്യക്കാർ പലപ്പോഴും വൃത്തിയില്ലാത്തവർ, വൈദഗ്ധ്യമില്ലാത്തവർ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നവർ എന്നിങ്ങനെ ചിത്രീകരിക്കുന്ന വിവിധ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കാനഡയിലുടനീളം ഓൺലൈനിലും ഓഫ്ലൈനിലും ദക്ഷിണേന്ത്യൻ വിരുദ്ധ വിദ്വേഷം വർദ്ധിച്ചു വരുന്നത് ഈ സമൂഹങ്ങൾക്കും രാജ്യത്തിന്റെ സാമൂഹിക ഘടനയ്ക്കും അടിയന്തര ഭീഷണിയാണെന്ന് റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് e-malayali.
ബെൽവുഡിലുള്ള മാർത്തോമാ ശ്ലീഹ കത്തീഡ്രലിൽ ഓഗസ്റ്റ് 3 ഞായറാഴ്ച രാവിലെ 10 മണിയോടെ വിശുദ്ധ കുർബാനയോടെ കേരളത്തിന്റെ അഭിമാനവും ആഗോള കത്തോലിക്ക സഭയുടെ സുഹൃതവുമായ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ഭക്തിപൂർവ്വം ആചരിച്ചു. ദിവ്യബലിക്ക് രൂപതാമെത്രാൻമാർ ജോയ് ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ വികാരിയും വികാരി ജനറലുമായ റവറൻഡ് ഫാദർ തോമസ് കടുകപ്പള്ളിയും ഫാദർ യൂജിനും സഹകാർമ്മികരായിരുന്നു. 1910 കുടമാളൂരിൽ ജനിച്ച വിശുദ്ധ തന്റെ 36ാമത്തെ വയസ്സിൽ 1946 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൺസാമയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. സഹനത്തിലൂടെ വിശുദ്ധ പദവിയിലേക്ക് കടന്നുവന്ന ഒരു പ്രകാശ കിരണമാണ് വിശുദ്ധ അൽഫോൺസാമ. വിശുദ്ധയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനം ഇന്ന് വിശ്വാസികളുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ദിവ്യബലിക്ക് ശേഷം തിരുനാൾ പ്രസിദ്ധേന്തിമാരായ പാലാ മീനച്ചിൽ ഭാഗത്തു നിന്നുള്ള വനിതകൾ വിശുദ്ധയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. അനേകം ഭക്തജനങ്ങൾ മുത്തുകുടകൾ വഹിച്ചുകൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. കൈക്കാരന്മാരായ ബിജി സി മാണി, സന്തോഷ് കാട്ടുകാരൻ, വിവിഷ് ജേക്കബ്, ബോബി ചിറയിൽ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. വാദ്യമേളങ്ങളും ചെണ്ടമേളങ്ങളും പ്രദക്ഷിണത്തിന് കൂടുതൽ മികവേകി. ലതീഞ്ഞിന് ശേഷം പ്രസിദ്ധേന്തിമാരുടെ നേതൃത്വത്തിൽ ഏവർക്കും സന്തോഷപ്രദമായ സ്നേഹവിരുന്ന് നൽകപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. പരിശുദ്ധ കന്യകാ മറിയാമിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ സ്റ്റാറ്റൻ ഐലൻഡ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം 2025 ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ചയും 16 ശനിയാഴ്ചയും ആഘോഷിക്കും. സെന്റ് തോമസ് ഓർത്തഡോക്സ് ദൈവിക സംഘം ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ നൈനാൻ വി ജോർജ് ആയിരിക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുക. ഓഗസ്റ്റ് 10 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പതാക ഉയർത്തൽ ചടങ്ങോടെ പെരുന്നാൾ ആഘോഷങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കും. കാര്യപരിപാടികൾ ഇപ്രകാരമാണ്. ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് സന്ധ്യാനമസ്കാരം ആരംഭിക്കും. തുടർന്ന് ഫാദർ ഡോക്ടർ നൈനാൻ വി ജോർജ് വചന ശുശ്രൂഷ നിർവഹിക്കും. ഓഗസ്റ്റ് 16 ശനിയാഴ്ച രാവിലെ 8:30 പ്രഭാത നമസ്കാരം ആരംഭിക്കും. തുടർന്ന് 9:30 വിശുദ്ധ കുർബാന ആഘോഷിക്കും. ഫാദർ ഡോക്ടർ നൈനാൻ വി ജോർജ് മുഖ്യ കാർമ്മികനായി, ഫാദർ ടി.എ. തോമസ് വികാരി, ഫാദർ ഗീവർഗീസ് വർഗീസ് അസിസ്റ്റന്റ് വികാരി എന്നിവരുടെ സഹകരണത്തിലും വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം നടക്കും. തുടർന്ന് നേർച്ചയും ഉച്ചഭക്ഷണവും ഉണ്ടായിരിക്കും. ഫാദർ ടി.എ. തോമസ്, ഫാദർ ഗീവർഗീസ് വർഗീസ്, ക്യാപ്റ്റൻ രാജു ഫിലിപ്പ് സെക്രട്ടറി, ജോസഫ് ഇ. മാത്യു ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഏവരും പങ്കെടുക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണമെന്ന് ഇടവകയുടെ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ക്യാപ്റ്റൻ രാജു ഫിലിപ്പുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@e-malayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.